കോഴിക്കോട് ട്രെയിൻ യാത്രക്കാരുടെ സ്വർണം കവർന്ന കേസിലെ പ്രതികൾ പിടിയിൽ. ഹരിയാന സ്വദേശികളായ 4 പേരാണ് പിടിയിലായത്. ചെന്നൈ മംഗലാപുരം ട്രെയിനിൽ വെച്ച് ഇന്നലെയായിരുന്നു മോഷണം നടന്നത്. 50 ലക്ഷം രൂപ വില വരുന്ന ഡയമണ്ട് സ്വർണ്ണാഭരണങ്ങളാണ് ഇവർ കവർന്നത്. 2-3 പ്രാവശ്യം എഴുന്നേറ്റ് നോക്കിയതല്ലാണ്. പക്ഷേ ഞങ്ങൾ ഡോറിലേക്ക് പുറത്തേക്ക് പോകുന്നത് 2 മിനിറ്റ് കൊണ്ടാണ് ഞങ്ങൾ പുറത്തേക്ക് സ്റ്റേഷൻ നോക്കുമല്ലോ. ആ സമയത്താണ് ഒരു 2 ആള് ഒരു ബ്ലോക്ക് ചെയ്ത മാതിരി നിൽക്കുമ്പോൾ അന്നേരം ശ്രദ്ധിക്കുന്നില്ല. ആ 2 മിനിറ്റ് മതി എന്നാണ് ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. ഇത്രയും നല്ല ഒരു ടീമിനെ കിട്ടിയത് കൊണ്ടാണ് ഈ സാധനം നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സാധനം കിട്ടിയതിൽ വളരെ സന്തോഷം. കൊയിലാണ്ടിലെ ബാഗ് എടുത്തു വെച്ച് കൊടുക്കാൻ വേണ്ടി ഹെൽപ്പ് ചെയ്തതാണ്. ആ സമയത്ത് ഇതാണ് അതിൻ്റെ ടൂൾസ്. ഇത് വെച്ച് അവർ സിബ് അകത്തി അതിൻ്റെ മുകളിലിരുന്നൊരു പൗച്ച് എടുക്കുകയാണ് ചെയ്തത്. ഏകദേശം 50 ലക്ഷത്തോളം ഇതിന്. അവർ മാരേജ് മദ്രാസ് സെറ്റിൽഡ് ഫാമിലിയാണ്, മലയാളീസാണ്. അവരവിടെ ബിസിനസ്സാണ്. ഇവിടെ വന്നത് ഒരു മാരേജ് ഫംഗ്ഷൻ വന്നതാണ്. ആ സമയത്താണ് ഇത്. ഇവർ പല വണ്ടികളിലും റിസർവ് ചെയ്ത് പോയി. അവർ ഓപ്പറേഷൻ സക്സസ് ആയ അടുത്ത സ്റ്റേഷനിൽ ഇറങ്ങും, ഫ്ലൈറ്റിന് പോകാം, വേറെ ട്രെയിനിന് റിസർവ് ചെയ്ത് പോകാം. അങ്ങനെയൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഞ്ജന സുകുമാരുണ്ട്. അഞ്ജന, എന്തായാലും മണിക്കൂറുകൾ കൊണ്ട് ആളുകളെ പൊക്കിയല്ലേ? അതെ ദിവീഷ്, ഇന്നലെ രാവിലെയാണ് ഈ ഒരു മോഷണം നടക്കുന്നത്. ചെന്നൈ മംഗലാപുരം എക്സ്പ്രസ്സിൽ ഇന്നലെ രാവിലെ ഏതാണ്ട് ഒരു 7 മണിയോടെ കൊയിലാണ്ടി സ്വദേശികളാണ് ചെന്നൈയിൽ താമസമാക്കിയ ബിസിനസ്സുകാരായിരുന്നു. അവർ വീട്ടിലേക്ക് വരികയായിരുന്നു. അപ്പോൾ കൊയിലാണ്ടിയിൽ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് ഇത്തരത്തിലൊരു മോഷണം നടക്കുന്നത്. അവരിൽ നിന്നാണ് ഏതാണ്ട് 50 ലക്ഷത്തിലേറെ രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളും ഡയമണ്ട് ആഭരണങ്ങളുമാണ് കളവ് പോയിരിക്കുന്നത്. ഏതായാലും ഇതിന് പിന്നിൽ വലിയൊരു കവർച്ചാ സംഘം തന്നെയുണ്ട് എന്നാണ് അന്വേഷണത്തിൽ ബോധ്യപ്പെട്ടിരിക്കുന്നത്. RPFിന്റെയും അതുപോലെ തന്നെ പോലീസിന്റെയും സംയുക്ത അന്വേഷണത്തിലാണ് ഈ പ്രതികൾ ഏതായാലും പിടിയിലായിട്ടുള്ളത്. 4 പേരാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. ഇവർ 4 പേരും ഹരിയാന സ്വദേശികളാണ്. വലിയ ഒരു കവർച്ചാ സംഘം തന്നെ ഇവരുടെ പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇവർ പ്രധാനമായും ഈ ട്രെയിനുകൾ കേന്ദ്രീകരിച്ച് മാത്രം മോഷണം നടത്തുന്നവരാണ്. ഇവർ 4 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 4 പേരും 4 കോച്ചുകളിലായി കയറും. നേരത്തെ തന്നെ റിസർവ് ചെയ്ത് AC കമ്പാർട്ട്മെന്റുകൾ മാത്രമായിരിക്കും ഇവർ കയറുന്നത്. AC കമ്പാർട്ട്മെന്റുകൾ ലക്ഷ്യം വെക്കുന്നത് എന്തെന്നാൽ ഇതിൽ VIP യാത്രക്കാരുണ്ടായിരിക്കും. അപ്പോൾ അത്രക്കാരുടെ ബാഗേജുകളിൽ എന്തെങ്കിലും വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നുള്ള ധാരണയിലാണ് ഇവർ AC കമ്പാർട്ട്മെന്റുകൾ മാത്രം ലക്ഷ്യം വെച്ചുള്ള ഒരു മോഷണം നടക്കുന്നത്. ഈ ഇറങ്ങാൻ നേരം ആളുകൾ വരുമ്പോൾ പ്രധാനമായും ഇവർ ലക്ഷ്യമിടുന്നത് വയസ്സായ ആൾക്കാരെയാണ്. യുവാക്കളെയൊന്നും ലക്ഷ്യമിടുന്നില്ല. അപ്പോൾ ഇവർ ഇറങ്ങാൻ നിൽക്കുന്ന സമയത്ത് ഇവരുടെ ബാഗേജൊക്കെ പിടിച്ച് സഹായിക്കാമെന്നുള്ള ധാരണ ഇവർ ഡോറിൻ്റെ അടുത്തേക്ക് വരും. ആ സമയം കൊണ്ട് ഒരു ബ്ലേഡ് പോലെയുള്ള ഒരു ചെറിയ ഉപകരണം ഇവരുടെ കയ്യിൽ കരുതിയിരിക്കും. ആ ഉപകരണം വെച്ച് പെട്ടി ലോക്ക് പൊട്ടിച്ച് നിമിഷ നേരം കൊണ്ട് വസ്തുക്കളെല്ലാം അടിച്ചു മാറ്റുന്ന ഒരു രീതിയാണ് ഇവരുടെ. ഏതായാലും 50 ലക്ഷത്തിലേറെ രൂപ വിലയുള്ള സ്വർണ്ണാഭരണങ്ങളാണ് മോഷണം പോയത്. അപ്പോൾ എത്തരത്തിലാണ് ഇവരുടെ കയ്യിൽ ഇത് ഉണ്ടായിരുന്നിരിക്കാം എന്നുള്ള ഇത് ഇവർക്ക് ബോധ്യപ്പെട്ടത് എങ്ങനെയെന്നുള്ള അന്വേഷണം കൂടെ നടക്കുന്നത്. ഏതെങ്കിലും തരത്തിലുള്ള മെറ്റൽ ഡിറ്റക്ടറോ മറ്റോ ഈ പ്രതികളുടെ കൈവശം ഉണ്ടായിരുന്നോ എന്നുകൂടിയുള്ള അന്വേഷണം നടക്കുന്നത്. ഏതായാലും പിടിയിലായ 4 പേരും സ്വാസി, ഹരിയാനയിലെ സ്വാസി എന്ന് പറഞ്ഞൊരു ഗ്രാമമുണ്ട്. ഈ തിരുട്ട് ഗ്രാമം എന്നൊക്കെ പറയുന്ന പോലെ ഈ മോഷ്ടാക്കളുടെ അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങളിലൊക്കെ ഏർപ്പെട്ടിരിക്കുന്ന ഒരുപാട് ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണത്. അപ്പോൾ അതിൽ ഉൾപ്പെട്ടിട്ടുള്ളവരാണ് ഈ മോഷ്ടാക്കൾ എന്നാണ് പറയുന്നത്. ഇവർ പ്രധാനമായും ട്രെയിനുകൾ കേന്ദ്രീകരിച്ചാണ് മോഷണം നടത്തുന്നത്. അപ്പോൾ ഇവർ നേരത്തെയും കേരളത്തിൽ എത്തിയിട്ടുണ്ടോ, ഇത്തരത്തിലുള്ള മോഷണങ്ങൾ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ ഏതായാലും അന്വേഷിച്ചു വരികയാണ്. ഇന്ന് വൈകിട്ടോടെയാണ് ഏതായാലും പ്രതികൾ ഈ ഒരു പോലീസിന്റെയും RPFിന്റെയും വലയിലാകുന്നത്. ശരി, അഞ്ജന സുകുമാരനാണ് വിവരങ്ങൾ നൽകുന്നത്.